നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ അല്പസമയത്തിനകം തന്നെ ഉത്തരവ് പുറത്തിറങ്ങും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അച്ചടക്ക നടപടി പത്തനംതിട്ട SP സുജിത് ദാസ് നേരിടുന്നു. PV അൻവർ MLA ആരോപണം ഉന്നയിച്ച IPS ഉദ്യോഗസ്ഥരിൽ ഒരാൾ അന്ന് നേരത്തെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ആയിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട SP ആണ്. സുജിത് ദാസും PV അൻവറും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ആദ്യം പുറത്തു വന്നത്. അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് എന്ന് കാട്ടി തിരുവനന്തപുരം റേഞ്ച് IG വകുപ്പ് തല അന്വേഷണം നടത്തിയ ഒരു റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചിരുന്നു. DGP ആ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചു. അതിന്റെ തുടർ നടപടി എന്ന നിലയ്ക്ക് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങും എന്നുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ വരുന്നത്. മുഖ്യമന്ത്രി വ്യക്തമാക്കിയതല്ലേ പോലീസിലെ അച്ചടക്ക ലംഘനം, അത് പ്രത്യേകമായി തന്നെ കാണുന്നുണ്ട്, അത് പ്രത്യേകമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ സുജിത് ദാസിനെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. എത്രത്തോളം ഗൗരവതരമാണ് സുജിത് ദാസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ? ഈ ഫോൺ സംഭാഷണത്തിൽ ഇത്ര ഉന്നതനായ ഒരു പോലീസുകാരൻ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കാല് പിടിച്ച് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ പോലീസിലുള്ളവരുടെ തന്നെ ആത്മവീര്യം എത്രത്തോളം ചോർന്നു പോകുന്നതാണ്. രതീഷ്, സുജിത് ദാസിന്റെ ആ ഫോൺ സംഭാഷണം അത് കേരള പോലീസിന്, സേനയ്ക്ക് മാത്രമല്ല IPS സംവിധാനത്തിന് ആകെ നാണക്കേടുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായത്. ഒരു പരാതി പിൻവലിക്കാൻ വേണ്ടി MLAയോട് താണ് കേണ്, മാത്രമല്ല തനിക്ക് ഇനിയും കൂടുതൽ സർവീസ് ഉണ്ട്, ആ സർവീസുള്ള കാലത്തോളം DGP ആയി ഉയരുന്നിടത്തോളം താൻ അങ്ങേക്ക് വിധേയപ്പെട്ടിരിക്കും എന്നൊരു IPS ഉദ്യോഗസ്ഥൻ പറയുന്ന ദയനീയമായ ശബ്ദരേഖയാണ് കേരളം കേട്ടത്. അത് വലിയ അച്ചടക്ക ലംഘനമായിട്ട് തന്നെയാണ് കണക്കാക്കിയത്. മാത്രമല്ല IPS അസോസിയേഷൻ ഇന്നലെ പൂർണ്ണമായും സുജിത് ദാസിനെ കൈവിടുകയും ചെയ്തു. സുജിത് ദാസിൻ്റേത് അങ്ങേയറ്റം അച്ചടക്ക ലംഘനവും പെരുമാറ്റ ലംഘനവും എന്നാണ് അസോസിയേഷൻ വിലയിരുത്തിയത്. മാത്രമല്ല സുജിത് ദാസിനെതിരെ നടപടിയെടുക്കട്ടെ എന്നുള്ള ഒരു നിലയിലേക്ക് IPS അസോസിയേഷൻ പോവുകയും ചെയ്തു. ഇനി IPS ഉദ്യോഗസ്ഥർ എങ്ങനെ പെരുമാറണം എന്നുള്ള ആലോചനയും മാർഗനിർദ്ദേശം ഉണ്ടാക്കാനും ഒക്കെ IPS അസോസിയേഷൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഈ ഒരൊറ്റ സംഭവത്തിൽ. ഏതായാലും ഈ സുജിത് ദാസിൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗത്തെ വകുപ്പ് തല അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. അജിത ബീഗം ഇന്നലെ DGPക്ക് ഈ റിപ്പോർട്ട് നൽകി. അതിൽ കൃത്യമായി അച്ചടക്ക ലംഘനം സുജിത് ദാസ് നടത്തി എന്നുള്ള വിലയിരുത്തലാണ് നടത്തിയത്. വകുപ്പ് തല നടപടി വേണം എന്നുള്ള ശുപാർശയും നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങും.